റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കരുനാഗപ്പള്ളിയിലെ അലുവ അതുൽ കൊലപാതകത്തിൽ ഗൂഢാലോചന നടന്നത് കൊല്ലം വാളകത്തെ ക്വാറിയിലാണ് എന്നാണ് നിഗമനം. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെയും സുനിൽ സ്വാമിയുടെയും ശിവശ ഗ്രാനൈറ്റ്സ് കേന്ദ്രീകരിച്ചാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൃത്യത്തിന് സഹായിച്ച പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവരം. ക്വാറിയിൽ നിന്ന് ജീവനക്കാർക്ക് ലഭിച്ച പണത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു. AV ജയശങ്കറും TV പ്രസാദും ചേരുന്നുണ്ട്. ആദ്യം ജയശങ്കറിലേക്ക്. ജയശങ്കർ, ഗൂഢാലോചനയുടെ കേന്ദ്രം അത് ഈ ക്വാറി ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. അതാകട്ടെ ലിസ്റ്റിൻ സ്റ്റീഫനും വിവാദ സ്വാമി സുനിൽ സ്വാമിയും ചേർന്ന് നടത്തുന്ന ക്വാറിയാണ്. ഇവിടെ വെച്ചാണ് എങ്ങനെയാണ് അലുവ അതുലിനെ വധിക്കേണ്ടത് എന്നുള്ളത് ആലോചിച്ചു എന്നുള്ളതാണോ പോലീസ് ഇപ്പോൾ പറയുന്നത്? ഈ ക്വാറി ഈ കുറ്റവാളികളുടെ ഒരു സങ്കേതമായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ജയശങ്കർ? ജയശങ്കർ. ഡോക്ടർ അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം തുടരാം. ഡോക്ടർ അരുൺ, ഈ അലുവ അതുൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പ്രതികളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 12 പേർ കസ്റ്റഡിയിലുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ ശിവശ ഗ്രാനൈറ്റിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അലുവ അതുലിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന പ്രതികൾ നടത്തിയെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. കാരണം ഈ പ്രതികൾ എപ്പോഴും തമ്പടിക്കുന്നത് ഈ വാളകത്തുള്ള ഈ ഒരു കോറിയിലാണ്. ഈ കോറിയിൽ ജീവനക്കാർ എന്ന തലത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഏറിയ പങ്ക് സമയവും ഈ കോറിയുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ പ്രവർത്തനം. അങ്ങനെ കോറിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഒത്തുകൂടുകയും അവിടെ വെച്ചുകൊണ്ട് അലുവ അതുലിനെ എങ്ങനെ കൊലപ്പെടുത്താമെന്ന തന്ത്രം ആസൂത്രണം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഈ അലുവ അതുൽ ജാമ്യത്തിൽ ഇറങ്ങിയത് 7-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ്. ഈ 7-ാം തീയതി മുതൽ തന്നെ ഈ പ്രതികൾ ഈ കോറിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഈ പ്രതികൾ എല്ലാവരും തന്നെ ഒത്തുകൂടിയ മറ്റിടങ്ങളൊന്നുമില്ല. ഈ പ്രതികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ പ്രതികൾ എല്ലാവരും തമ്മിൽ ഒത്തുകൂടിയ ഒരു സ്ഥലം ഈ കോറിയാണ്. ഒപ്പം തന്നെ ഈ അറസ്റ്റിലായ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത ആളുകളിലേക്ക് തന്നെ വിശദമായി ചോദിച്ചപ്പോഴും അവരും ചൂണ്ടിയത് ഈ കോറിയിലേക്ക് തന്നെയാണ്. അങ്ങനെ ഈ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉൾപ്പെടെ ഉടമസ്ഥതയിലുള്ള ഈ കോറിയിൽ വെച്ചാണ് അലുവ അതുൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ അറസ്റ്റിലായ പ്രതികളൊക്കെ തന്നെ ഈ കോറിയിലെ ജീവനക്കാരെന്ന വിവരം നേരത്തെ പുറത്ത് വരികയും ചെയ്തിരുന്നു. പിന്നാലെ ഇവരുടെ ബാങ്ക് വിവരങ്ങളൊക്കെ നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ കോറിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ, ഇങ്ങനെ കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നമ്മൾ റിപ്പോർട്ടർ TV തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊറിയയിലെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ കൂടി ഇവർ നയിച്ചിരുന്നോ, അതിന് ഇവർക്ക് പണം ലഭിച്ചോ എന്ന കാര്യം പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. അന്ന് വീടുകളിലൊക്കെ പരിശോധന നടത്തി. അന്ന് ആ വീടുകളിലെ പരിശോധനയും ഈ കോറിയുടെ ബന്ധവും ഒക്കെ തമ്മിൽ ലിങ്ക് ഉണ്ടെന്നാണ് പോലീസ് ഇപ്പോഴെന്തായാലും നിലവിൽ പറയുന്നത്. ഈ കോറിയിൽ നിന്ന് ഒരു പ്രതിയാണ് പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 12 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 12 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും 2 പേർ കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അധികം വൈകാതെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കോറിയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തണമെങ്കിൽ അവിടെ എന്തൊക്കെയോ ഡോക്ടർ അരുൺ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ പോലീസിന് ആശങ്കയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ക്വാറി സംരക്ഷിക്കാൻ വന്നിരിക്കുന്ന കാവൽ ഭടന്മാർ മാത്രമൊന്നുമല്ല, നല്ല വിളഞ്ഞ കൊട്ടേഷൻ ടീമുകളാണ്. TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, പണ്ടൊക്കെ നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ ഈ വില്ലന്മാരുടെ സങ്കേതമായിട്ട് ചിത്രീകരിക്കുന്നത് ഇതേപോലുള്ള ഏതെങ്കിലും ക്വാറിയോ മടയോ ഒക്കെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഒരു കൊലപാതകം, ക്രൂരമായ കൊലപാതകത്തിന് ഈ പ്രതികൾ ആസൂത്രണം നടത്താൻ തെരഞ്ഞെടുത്തിരുന്ന സ്ഥലം ഈ ക്വാറികളാണ് എന്നുള്ളതാണ്. ഇത് കേവലം ക്വാറികളുടെ കാവല് മാത്രമല്ല ഈ കൊട്ടേഷൻ സംഘത്തെ അതിൻ്റെ ഉടമകൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതുകൂടി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം, അല്ലേ പ്രസാദ്? ഉറപ്പായും അരുൺ, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അരുൺ ഓർമ്മയുണ്ടാവും, 2 ദിവസം മുമ്പാണ് നമ്മൾ ഈ ക്വാറിയെക്കുറിച്ചുള്ള വാർത്ത കൊടുത്തത്. അത് ലിസ്റ്റിൻ സ്റ്റീഫൻ, സിനിമാ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെയും അരുൺ പറഞ്ഞതുപോലെ വിവാദസ്വാമി, ശബരിമലയിലെ വിവാദസ്വാമിയായ സുനിൽ സ്വാമിയുടെയും ഉടമസ്ഥതയിലാണ് ഈ ക്വാറി ഉള്ളത്. കൊല്ലം ജില്ലയിലെ വാളകത്തെ ഉമ്മന്നൂർ പഞ്ചായത്തിലാണ് ഈ ക്വാറി. ഈ ക്വാറിയിൽ അലുവ അതുലിനെ കൊല്ലാൻ നേരിട്ട് പോയവരും ഗൂഢാലോചന നടത്തിയവരുമായ 4 പേരുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തലുള്ളത്. ഈ വിവരം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. അതിന് പിന്നാലെ പോലീസിന്റെ അന്വേഷണം വ്യാപകമായി ക്വാറി കേന്ദ്രീകരിച്ച് നടന്നു. അങ്ങനെയാണ് ഇത് ഗൂഢാലോചനയുടെ കേന്ദ്രമായി പറയുന്നത്. അരുൺ, ഇവിടെ ഈ ഗുണ്ടകളെല്ലാം ജീവനക്കാർ എന്ന നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവിടെ നടക്കുന്ന
നാട്ടുകാരെ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് അവർ ഉപയോഗിച്ചത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. ഇക്കഴിഞ്ഞ ജനുവരി മാസം 10-ാം തീയതി അവിടെയുള്ള ഒരു ചെറുപ്പക്കാരനെ അടിച്ച് തല പൊട്ടിച്ച കേസിൽ ഇതേ അലുവ അതുലിലെ ഗൂഢാലോചനയിലെ ഒന്നാം പ്രതിയായ ഗൂഢാലോചന കേസിൽ പ്രതിയായ ഷിനു കെ പീറ്റർ അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ബ്ലാക്ക് വിഷ്ണു, അനീർ, അതുപോലെ ഹുസൈൻ ഇവരടക്കമുള്ള 4 പേരാണ് ഈ ക്വാറിയിൽ ജീവനക്കാരായി ഉള്ളതായി പറയുന്നത്. അരുൺ, ഇതിലൊരു പ്രശ്നമുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഇത് ക്വാറിയിലെ ഉടമകൾ അറിയാതെ ഇത് സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അന്ന് പക്ഷെ നമ്മൾ ലിസ്റ്റിൻ സ്റ്റീഫനോട് സംസാരിച്ച സമയത്ത് ക്വാറി തന്നെയാണ്, പക്ഷെ നടത്തുന്നത് ആരൊക്കെയാണ് എന്നുള്ള മറുപടിയാണ് ലിസ്റ്റിൻ സ്റ്റീഫനിൽ നിന്ന് ഉണ്ടായത്. അരുൺ, ഇതിൽ ദുരൂഹതയുണ്ട്. പോലീസിന്റെ അന്വേഷണം എന്തായാലും ക്വാറി കേന്ദ്രീകരിച്ചും നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അരുൺ, ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്, താങ്ക് യു ജയശങ്കർ.